കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അവിടുന്ന് കൂട്ടി വരുത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ, ദാസിമാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അർപ്പിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം തരുന്ന ആയുസ്സിനും ആരോഗ്യത്തിനും ബലത്തിനുമായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി, നമ്മൾ ജനിച്ച് മരിച്ച് ഈ ഭൂമിയിൽ എത്ര നാൾ പാർക്കുന്നു അത്ര നാൾ കൊണ്ട് നമ്മുടെ മണ്ണിൽ തീരുന്ന ജീവിതമല്ല നമുക്കുള്ളത്. നമുക്ക് വരുവാനുള്ള ഒരു നിത്യരാജ്യം നമുക്കുണ്ട്. ആ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ എന്നെയും നിന്നെയും വർഷങ്ങൾക്ക് മുൻപായി കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ യാഗമായി എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഇന്ന് നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത് കടന്നുപോയ ആ കർത്താവിനെ നമുക്ക് ഏവർക്കും നന്ദിയോടെ സ്മരിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പാരിൽ പാർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. അതിനെ ആസ്പദമാക്കി ദൈവം എന്നെ സന്തോഷിപ്പിച്ചതായ ഒരു ഗാനം ആലപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാരിൽ പാർക്കുമൽ പായുസി ഭാരങ്ങളതി വേണ്ടി നീ കാരീരും പണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും രോഗ ദുഃഖങ്ങളേറുമ്പോ മാന പീഡകളേറുമ്പോ ക്രൂശിൽ പങ്കപ്പെടേറ്റതാ യേശു മാത്രമെന്ന ഭയം മാറി ചേർത്താണിച്ചിടും ും
ദേഹം മണ്ണിലുപേക്ഷിച്ച് പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ കാണാമറയിൽ ഞാൻ വീണ്ടോടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കർത്താവിന്റെ ആ മാധുര്യമേറിയ ആ വരവെങ്കിൽ നമ്മുടെ ദേഹം മണ്ണിൽ ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോൾ നമ്മെ കാത്തു നിൽക്കുന്ന ആയിരം ദൂതസംഘവുമായി കർത്താവ് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരും. മണ്ണിൽ തീരുന്ന ഒരു ജീവിതമല്ല നമ്മൾക്കുള്ളത്. നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ ജീവനെ തന്ന നമ്മുടെ പ്രാണൻ വിലയ്ക്ക് വാങ്ങിയ ആ കർത്താവിന് നമ്മുടെ ദേഹം ഈ മണ്ണിൽ ഉപേക്ഷിച്ചു പോയാലും നമ്മൾക്ക് നഷ്ടപ്പെടാത്ത നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നു നിന്ന ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേരുമ്പോൾ മൺമയമായി ശരീരം വിട്ട് സ്വർഗീയ ശരീരം പ്രാപിച്ച് കർത്താവിനോടുകൂടി സദാകാലം വാഴുവാൻ നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം. നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സന്ധ്യയിൽ നമ്മളോടൊപ്പം ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസങ്ങളിലും ദൈവം നമ്മെ അത്ഭുതവും അതിശയകരമായി വഴി നടത്തുന്ന എല്ലാ കൃപകൾക്കായി നന്ദി പറയാം. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്നത് ഹല്ലേലൂയയുടെ കഴിവോ മിടുക്കോ എന്റെ പാരമ്പര്യമോ എന്റെ കുടുംബ മഹിമ ഒന്നുമല്ല, കർത്താവിന്റെ ദയ ഒന്ന് മാത്രമാണ്, കർത്താവിന്റെ കരുണ ഒന്ന് മാത്രമാണ്. നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത്. എന്റെ ഈ ചെറുപ്രായത്തിൽ എന്റെ കർത്താവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. കടന്നു വന്ന ഓരോ പാതകളും നനച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ പലപ്പോഴും നന്ദിയില്ലാത്തവരായി തീർന്ന നിമിഷങ്ങളിലുണ്ട്. അനവധി കഷ്ടങ്ങൾ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അനവധി കഷ്ടങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. എന്റെ ഇത്രയും പ്രായത്തിനിടയിൽ അനവധി കഷ്ടത്തിലൂടെ ഞാൻ കടന്നു വന്നു. അവിടെയൊക്കെ എന്റെ ദൈവത്തിന്റെ സ്നേഹം, എന്റെ ദൈവത്തിന്റെ കരുണ എന്നെ തേടിയെത്തിയത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സന്നിധിയിൽ ജീവനോടായിരിക്കാൻ എന്നെ സഹായിച്ചത്. കടന്നു വരുന്ന ഓരോ നിമിഷങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യമല്ലാതെ എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. എനിക്ക് എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് സാക്ഷ്യങ്ങൾ, ജീവനുള്ള സാക്ഷ്യമായി നിൽക്കുവാൻ ദൈവം എന്നെ ഈ ദേശത്തും കൂട്ടിവരുത്തിയല്ലോ. ഇന്ന് പകൽക്കാലം ഇന്ന് സന്ധ്യയെങ്കിൽ ഹല്ലേലൂയ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി എന്നെ സന്തോഷിപ്പിച്ചതായ ഒരു തിരുവചന ഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കേട്ട സുപരിചിതമായ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു വേദഭാഗം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിയായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. ആമേൻ. ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും കേട്ട പരിചയമുള്ള കഥയാണ്. യേശുവും ശമര്യക്കാരി സ്ത്രീ. അതൊന്നുമല്ല എന്റെ വിഷയം. എന്നെ ഇന്ന് കഴിഞ്ഞ പകൽക്കാലം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ദൈവം ചില കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുവാനിടയായി. എന്നെ തന്നെ ഞാനൊന്ന് ശോധന ചെയ്യുവാനിടയായി. ഞാൻ കടന്നു വന്ന എല്ലാ പാതകളെയും ഞാനൊന്ന് തിരിഞ്ഞു നോക്കുവാനിടയായി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു വചനമാണ് ഞാൻ ഇന്ന് സന്ധ്യയിൽ വായിക്കുവാനിടയായത്. യേശു ഗലീല ദേശം വിട്ട്
യഹൂദ വിട്ട് ശമര്യ പട്ടണത്തിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം. ശമര്യ പട്ടണം എന്ന് പറയുമ്പോൾ യഹൂദനും ശമര്യക്കാരും തമ്മിൽ യാതൊരുവിധമായ സമ്പർക്കവും ഒരു കാലത്തും ഉണ്ടാകേണ്ട കാര്യമില്ല. അത്രത്തോളം അധപ്പതിച്ച ഒരു രാജ്യമായിട്ടാണ് ശമര്യയെ കണ്ടിരുന്നത്. എന്നാൽ അവിടെ യേശു കർത്താവ് ഒരു യഹൂദനാണ്. യഹൂദൻ ആ ദേശത്തേക്ക് കടന്നു വരികയാണ്. ആ ദേശത്തേക്ക് കടന്നു വന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, പാപത്തിന്റെ ചേറ്റിൽ താണു കിടക്കുന്ന ഒരു കൂട്ടം ജനതയെ രക്ഷിക്കുവാൻ കർത്താവ് ആ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. 90 മൈലുകൾ താണ്ടി ആ കിണറിനരികെ, അതായത് പിതാവായ യാക്കോബ് കുഴിച്ച ആ കിണറിനരികിലേക്ക് എത്തി വരുമ്പോൾ അവിടെ വെള്ളം കോരുവാനായിട്ട് ഒരു ശമര്യ സ്ത്രീ വരുന്നു. യേശു കർത്താവ് ആ കിണറിന്റെ അരികിൽ നിൽക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ ആഹാരം കൊള്ളുവാനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. യേശു ക്രിസ്തു ക്ഷീണിതനായ കിണറിന്റെ വക്കത്തിരിക്കുമ്പോഴാണ് ശമര്യക്കാരി വരുന്നത്. എല്ലാവരും വെള്ളം കോരി കുടിച്ചതിന് ശേഷം മാത്രമേ ശമര്യക്കാർക്ക് അവിടെ പ്രവേശനമുള്ളൂ. ശമര്യ സ്ത്രീ അവിടെ വന്ന് നിൽക്കുമ്പോൾ യേശു കർത്താവ് ചോദിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് അല്പം വെള്ളം തരുമോ? അപ്പോൾ അവൾ പറയുന്ന ചില കാരണങ്ങളൊക്കെ നമുക്ക് എല്ലാവരും അറിയാമല്ലോ. ഇതിന്റെ അകത്ത് ഞാൻ 3 കാര്യങ്ങൾ പറയാം. കിണറ് വലുതാണ്, കിണറിനേക്കാൾ കിണറ് ശൂന്യമായി പോകും, കിണറ് വറ്റിപ്പോകും, പക്ഷേ ഉറവ വറ്റില്ല. കിണറ് വലുതാണ്, പക്ഷെ അതിനേക്കാൾ വലുതാണ് ഉറവ. നാം നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടേതായ സമ്പത്തുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾക്കൊരു നിത്യജീവൻ ഉണ്ടെന്നുള്ള കാര്യം നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. കിണറല്ല അവിടുത്തെ വലിപ്പം, ഉറവാണ് അവിടുത്തെ വലിപ്പം. കിണറ് കുഴിച്ചാൽ കുഴി മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ശൂന്യത അകറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ദാഹം അകറ്റണമെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഉറവ് വേണം. ആ ഉറവ് ആണ് വലുത്. അപ്പൊ പഴയ കാലത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് യേശു കർത്താവ് ആ കിണറിനരികെ വന്ന് ഇരിക്കുവാനിടയിൽ. നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് ധ്യാനിക്കണം, ഉടയവനെ കണ്ടെത്തണം. ഒരു സ്ത്രീയോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് ബൈബിളിൽ ഉടനീളം നാം നോക്കുമ്പോൾ ഒരു സ്ത്രീയോട് യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന സ്ത്രീയാണ് ശമര്യക്കാരി സ്ത്രീ. യഹൂദനും ശമര്യനും തമ്മിൽ ഒരു സമ്പർക്കം ഇല്ലാതിരിക്കുകയാണ് യേശു കർത്താവ് ശമര്യ സ്ത്രീയെ തേടി വരുവാനിടയായത്. അവൾ ചില കാര്യങ്ങളൊക്കെ അവൾക്ക് അവിടെ പറയുവാനിടയായി. ആ സംഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നു, ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുമെന്നവൻ ആരെന്ന് അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ആമേൻ. അപ്പൊ ദൈവം കർത്താവ് അവളോട് പറയുകയാണ്. അവൾ പറഞ്ഞു, ശമര്യക്കാർക്കും യഹൂദർക്കും തമ്മിൽ സമ്പർക്കമില്ല. യേശു അതിന് എന്താണ് മറുപടി ചെയ്തത്? നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആര് എന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം അവനോട് ചോദിച്ചാൽ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പിന്നെ ഈ സ്ത്രീ സംസാരിക്കുകയാണ്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറാഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് കിട്ടും? കിണറാഴമുള്ളതാണ്. ഈ കിണറിന്റെ ആഴത്തെ കുറിച്ചും ഈ സ്ത്രീ എന്തിനു വന്നു എന്നും ഒക്കെ കർത്താവിന് നന്നായിട്ടറിയാം. പക്ഷെ ഇവളുടെ ആരെന്ന്, യേശു ആരെന്ന് ശമര്യക്കാർക്ക് അറിയില്ലായിരുന്നു. അവൾ തന്റേതായ കാര്യങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അവളുടേതായ ന്യായങ്ങൾ നിരത്തി വെച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. കാരണം ഭൗതികമായ വെള്ളം കുടിക്കുവാനല്ല യേശു, ഭൗതികമായ വെള്ളം കൊടുക്കുവാനല്ല അവൻ വന്നത്. ജീവന്റെ ഉറവിനെ കൊടുത്ത് ആ പാപത്തിന്റെ പടുകടിയിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു കർത്താവ് മനസ്സലിഞ്ഞ് ക്ഷീണിതനായി
വന്ന് അവളുടെ അരികിൽ ഇരുന്നത്. മാനുഷിക കരങ്ങളൊക്കെ നമ്മളെ വിട്ട് അകന്നു പോകും. നാം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിട്ടുപോകും, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ വിട്ടുപോകും, നമ്മുടെ ഭർത്താവ് നമ്മളെ വിട്ടുപോകും, നമ്മുടെ ഭാര്യ നമ്മളെ വിട്ടുപോകും. എന്നാൽ മാറാത്ത ദൈവം, നമ്മളെ വിട്ടുപോകാത്ത ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തും. ആർക്കും വേണ്ട, ആർക്കും കൊള്ളുകയില്ലെന്ന് നിന്നെ മാറ്റി നിർത്തുമ്പോൾ യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ മാറ്റി എങ്ങും പോകണ്ട, എങ്ങോട്ട് വരിക? എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ലോകം തരുന്ന ആശ്വാസമല്ല ഞാൻ തരുന്നത്. എന്റെ സന്നിധി ആശ്വാസം പ്രാപിച്ചാൽ പിന്നെ അവൻ ഒരു നാളിലും കരയേണ്ട കാര്യമില്ല. ഇപ്പൊ അങ്ങനെ സംഭാഷിച്ചു വരുമ്പോൾ അവൾക്ക് അറിയില്ല യേശു ആണെന്ന്, അല്ലെങ്കിൽ എന്റെ രക്ഷിതാവെന്ന് അവൾക്ക് അറിയുന്നില്ല. അവൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു മുൻപോട്ട് പോകുമ്പോൾ സ്ത്രീ അവനോട് പറയാണ്, യജമാനനെ എനിക്ക് ദാഹിക്കാതെ ഞാൻ കോരുവാൻ ഇവിടെ വരെ ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. യേശു കർത്താവ് പറയാണ്, ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനെ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം തരുന്ന വെള്ളം സാധാരണ ദാഹം തീർക്കുവാനല്ല, നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവയായി കർത്താവ് അവിടെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, സാധാരണ ലേഡീസിനെല്ലാം മടിയുള്ള കൂട്ടത്തിലാണ് ചിലർക്കൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം. അവൾ പറയാണ്, ഞാൻ ഇവിടത്തോളം വരാതെ ഇരിക്കുകയും എനിക്ക് വെള്ളം ചുമക്കൊണ്ട് പോകാതിരിക്കുകയും ചെയ്യേണ്ടതിന് നീ കൊടുക്കുന്ന വെള്ളം ദാഹിക്കുകയില്ലല്ലോ, ധാരാളം കിട്ടുമല്ലോ, ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയാണ്, ഞാൻ വെള്ളം തരാം, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. അപ്പോൾ അവൾ മറുപടി പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല. ഹല്ലേലൂയ, ഭർത്താവില്ല. അവൾ പറഞ്ഞത് ശരിയാണ്, അവൾക്ക് ഭർത്താവില്ല. അപ്പോൾ കർത്താവ് പറയുന്നു, നിനക്ക് ഭർത്താക്കന്മാർ 5 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. അത് സത്യം. ശരിയും സത്യവും രണ്ടും 2 പദങ്ങളാണ്. ശരി എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞത് എനിക്ക് ഭർത്താവില്ല, അത് ശരിയാണ്. യേശു കർത്താവ് എന്താ പറഞ്ഞത്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ നിന്റെ ഭർത്താവല്ല. അപ്പോൾ അത് സത്യം. അപ്പം ആകയാൽ നമ്മളെ നന്നായിട്ട് അറിയുന്ന കർത്താവ് അവളുടെ പഴയ കാലത്തിലേക്ക് കർത്താവളെ കൊണ്ടുപോവുകയാണ്. നീ സഞ്ചരിച്ച പാത ഏതാണെന്ന് കർത്താവളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചു. അവൾ നടന്നു വന്ന പാപത്തിൻ്റെതായ കെട്ടുകളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ഇടയായി. പലവിധമായ രീതിയിൽ അവൾ സഞ്ചരിച്ചു. അവൾക്ക് സമാധാനം കിട്ടിയില്ല. ഇന്ന് മലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവളുടെ സുഖങ്ങൾക്ക് വേണ്ടി അവൾ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അവൾക്ക് സൗഖ്യവും സമാധാനവും കിട്ടാത്ത ഒരു കാര്യം. അപ്പോൾ കർത്താവ് ജീവനുള്ള ദൈവമാണെന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വളരെ വിഷമിച്ചിരുന്നപ്പോൾ കർത്താവ് പറയാണ്, നിനക്ക് ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞ് ശരി തന്നെ, നിനക്ക് ഭർത്താക്കന്മാർ 5 ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. അപ്പോഴാണ് അവളുടെ കണ്ണുകൾ തുറക്കുവാനിടയായത്. ഹല്ലേലൂയ. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാകുന്നു. അപ്പോൾ പ്രവാചകനെ നമ്മൾക്ക് മനസ്സിലാകുവാനിടയായി. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ മലയിലും അല്ല, യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അറിയാത്തത് എന്താണ്? നിന്റെ മുൻപിൽ ഇരിക്കുന്നത്, നിന്റെ സമീപം നിൽക്കുന്നത് ജീവനുള്ള ദൈവമാണെന്നും നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ച ദൈവമാണെന്നും അറിയാതെ നാം പല സ്ഥലങ്ങളിൽ പോയി നാം നമസ്കരിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ
എന്താ പറയുന്നേ? ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ കിട്ടിയുന്ന ഭാഗ്യമാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ഭാഗ്യം. ഹല്ലേലൂയ. ഞാൻ കടന്നു വന്ന പാതയിൽ എന്റേതായ ചെറിയൊരു സാക്ഷ്യം കൂടി ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ 19ാമത്തെ വയസ്സില് എന്റെ 23ാമത്തെ വയസ്സിൽ എന്റെ വിവാഹം കഴിയുവാൻ ഇടയായി. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത്. എന്റെ ഭർത്താവിനോട് വന്നപ്പോഴേ പറഞ്ഞു, നമ്മൾക്ക് ഇപ്പോഴൊന്നും നമുക്കതൊന്നും വേണ്ട, നീ ചെറുപ്പമല്ലേ എന്ന് പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തുവാനിടയായി. എന്റെ വിവാഹം തന്നെ എനിക്ക് വിവാഹം വേണ്ട എന്ന് വെച്ചൊരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ മാതാപിതാക്കളെ ദുഃഖിപ്പിക്കരുത്, അവർക്ക് ഞാൻ വാക്കുകൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഒരു പുരുഷനെ നിങ്ങൾ കാണിച്ചു തരുന്നു അതാണ് എന്റെ ഇഷ്ടം. എനിക്ക് പ്രായമായ അമ്മമാരെ അപ്പമാരെ ഒക്കെ നോക്കി അങ്ങനെ എന്റെ ജീവിതം കഴിച്ചു കൂട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നന്നായിട്ട് നല്ല ജോലിയുണ്ട്, നല്ല സമ്പാദ്യമുണ്ട്, അങ്ങനെ സന്തോഷത്തോടെ അവർക്കെല്ലാം ആശ്വാസപ്രദമായ ഒരു ആശ്വാസം കൊടുത്തുകൊണ്ട് ജീവിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ എന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ മുൻപിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് തിരുവചനം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ മമ്മിക്ക് വാക്ക് കൊടുത്തു. മമ്മിക്ക് ഏത് ആളെ ഇഷ്ടമുണ്ടോ അവരെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം, അവരെനിക്ക് തെരഞ്ഞെടുപ്പ് അറിയില്ല മമ്മി എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ മമ്മിയും പപ്പയും എനിക്കൊരു പുരുഷനെ തെരഞ്ഞെടുത്തു തന്നു. ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ കടന്നു പോകെ എന്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നപ്പോൾ എനിക്കൊരു ലേബൽ വന്നു. എന്റെ ബന്ധുക്കൾ എനിക്ക് പേരിട്ടു മച്ചി എന്ന്. വലിയ മച്ചിയായിട്ട് ഞാൻ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്റെ ചെറിയ പ്രായമാണ്, 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എനിക്ക് ആ ലേബൽ വീണപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് വിവാഹം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ എന്റെ അപ്പനമ്മയെ ഞാൻ അനുസരിച്ചത് കൊണ്ട് എനിക്ക് വീണ ഈ ലേബൽ നീ മാറ്റണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. ആരോടും പറഞ്ഞാൽ ഞാൻ ദുഃഖത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധി ദിനരാത്രങ്ങൾ ഞാൻ കഴിച്ചുകൂട്ടി. ദൈവസന്നിധിയിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ 3 days ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ ഇരിക്കുവാനിടയായി. ഞാൻ എന്റെ അച്ചാച്ചനോട് ഇങ്ങനെ പറഞ്ഞു, അച്ചാച്ചൻ ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് ആണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിഷയമൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം ദൈവത്തിന് മുൻപിൽ എനിക്ക് കരഞ്ഞാൽ മതി. ദൈവമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് എങ്കിൽ ഹല്ലേലൂയ, ദൈവം എന്റെ നിന്ന മാറ്റും. നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം തരണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായി. ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവസന്നിധി 3 ദിവസം മുട്ടുമടക്കി. ആ ഫസ്റ്റ് ഡേയിൽ ഞാൻ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ഞാൻ സഭയിൽ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രത്യേക ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിന്റെ സകല കുറവുകളും ദൈവം ക്ഷമിച്ചിട്ട് ഇന്ന് പകൽക്കാലം എനിക്കൊരു വിടുതലിന്റെ ദിവസമാക്കി തീർക്കണമെന്ന് ഞാൻ അലറിക്കറിഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ താണിരുന്നു. ഉച്ച കഴിഞ്ഞത്തെ സെക്ഷനിൽ മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനിലൂടെ എന്നോട് പരസ്യമായി സംസാരിക്കുവാനിടയായി. എന്റെ വിഷയം അറിയാവുന്നത് എനിക്കും എന്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അന്നത്തെ സന്ധ്യയിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി സംസാരിച്ചു. ഹന്ന കരയുന്നത് പോലെ നീ കരയുന്നത് ഇന്ന് എന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ആകയാൽ ഇനി മേലാൽ നീ ആ വിഷയത്തിന്മേൽ കരയുകയില്ല എന്ന്. അന്ന് ദൈവം കണ്ണിൽ നിന്ന് ആ ലേബൽ എടുത്തു മാറ്റി, മച്ചി എന്ന ലേബൽ എടുത്തു മാറ്റി. ഞാൻ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി. മാസങ്ങൾ കടന്നുപോയി. 4, 5, 6 മാസം കഴിഞ്ഞു പോയപ്പോൾ എനിക്കൊരു പ്രോഗ്രസ്സും ഇല്ല. എന്നെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ കാണുന്നു അതേ ബോഡി ഷേപ്പ് ആയിരുന്നു അന്നും. ഞാൻ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. പല വീഴ്ചകൾ അതിനിടയിൽ സംഭവിച്ചു. പലവിധമായ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ അനുഭവിച്ചു. പനി വന്നിട്ട് ചുമ മാറാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഗർഭിണിയാണോ എന്ന്. ഞാൻ പറഞ്ഞു അല്ല. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുന്നത് പോസിറ്റിവിറ്റിയാണ്. എന്നാൽ യാതൊരു വിധമായ പ്രഗ്നൻസി ആയാൽ പീരിയഡ്സ് നിൽക്കും, ശാരീരികമായ വളരെ ക്ലേശങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എനിക്കിതൊന്നും അറിയില്ല. ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് വരാൻ. ഞാൻ അപ്പോൾ ഉറപ്പിച്ചു, എനിക്കെന്തോ കാര്യമായ തകരാറുണ്ട്, എന്റെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുമായിരിക്കും, വളരെ ക്ലേശങ്ങൾ എന്റെ ശരീരത്തിന്മേലുണ്ടല്ലോ എന്നോർത്ത് ഞാൻ വാവിട്ട് നിലവിളിച്ചു ദൈവസന്നിധിയില്, കർത്താവ് ഇവിടം വരെ എന്നെ കൊണ്ടുവന്നുവെങ്കിൽ, എന്റെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുവെങ്കിൽ എന്റെ നിന്നയ്ക്ക് ദൈവം ഒരു പരിഹാരം തരണം. ഞാൻ സ്കാൻ ചെയ്ത് ഭാരത്തോടെ ദുഃഖത്തോടെ റിസൾട്ടുമായി ഡോക്ടർ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറയാണ്, നിങ്ങൾ 4 മാസവും 4 ദിവസമായി നിങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ്
കുഞ്ഞു വളരുന്നു. അപ്പോൾ എനിക്ക് പീരിയഡ്സ് നിന്നിട്ടില്ല, ശാരീരികമായ യാതൊരു ക്ലേശങ്ങളുമില്ല. 6-ാം മാസത്തിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ പോലും അറിയാതെ ഒരു കുഞ്ഞിനെ എന്റെ ദൈവം എനിക്ക് ഉദരത്തിൽ തന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി, കർത്താവേ എനിക്കൊരു ആൺതലമുറയായിരിക്കണം, സൗന്ദര്യമുള്ള കുഞ്ഞായിരിക്കണം, തലമുറയുള്ള കുഞ്ഞായിരിക്കണം, ഊനമില്ലാത്ത കുഞ്ഞായിരിക്കണം, വെളുത്ത കുഞ്ഞായിരിക്കണം. ഇത്രയും വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് നോർമൽ ഡെലിവറി ആയിരിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോൾ 4 മാസവും 4 ദിവസവുമായിട്ട് എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായത് ഒരു കാര്യമില്ല. ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറയാണ്, 10,000-ങ്ങളിൽ ഒരുവൾക്ക് സംഭവിക്കുന്ന കാര്യമാണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം. എന്റെ പ്രാർത്ഥന തീർന്നില്ല. ഞാൻ വീഴ്ചയുടെ നടുവിന് ഏറ്റവും ക്ഷതമൂലം 8-ാം മാസം മുതൽ എനിക്ക് ഡെലിവറി പെയിൻ സ്റ്റാർട്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് നോർമൽ ഡെലിവറി വേണം, നോർമൽ ഡെലിവറി വേണം. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്റേതായ ഡോക്ടേഴ്സിന്റെ സജഷൻ പ്രകാരം ഇനി ഒരു ഓപ്പറേഷൻ അല്ലാതെ വേറൊരു രീതിയുമില്ല. കാരണം ഈ പ്രഗ്നൻസി പെയിൻ വരുമ്പോൾ, ഈ ഡെലിവറി പെയിൻ വരുമ്പോൾ വളരെ അസ്വസ്ഥതകൾ എന്റെ ശരീരത്തിന്മേൽ ഉണ്ടാകുവാനിടയായി. ഒരു സ്ത്രീകൾക്കും ഇല്ലാത്തതായ സകല കാര്യങ്ങളും എനിക്ക് ഉണ്ടാകുവാനിടയായി. എന്നാൽ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന്, പിന്നെ എന്തിനെ ഓപ്പറേഷൻ ചെയ്യണം? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ലാസ്റ്റ് ഫൈനൽ വാർണിംഗ് എന്റെ പേരൻസിന് കൊടുത്തു. കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ICU ഇല്ല അവിടെ, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അതിശീഘ്രം 20 മിനിറ്റ് കൊണ്ട് എന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. 16 ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു. എന്നാൽ മരണമല്ലാതെ മറ്റൊന്നും എന്റെ മുൻപിലില്ല, ഓപ്പറേഷൻ അല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ലെന്ന് പറഞ്ഞ് എല്ലാ ഡോക്ടർമാരും ഓപ്പറേഷനുള്ള സെറ്റപ്പുകൾ ചെയ്തിരുന്നു. എന്നാൽ മെയിൻ ഡോക്ടർ വന്നിട്ട് ഞാൻ ദൈവസന്നിധിയിൽ അന്നേരം കരയാണ്, കർത്താവേ, ഇതുവരെ എന്നെ കൊണ്ടുവന്നുവെങ്കിൽ എനിക്ക് നോർമൽ ഡെലിവറി മതി. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇവൾ കുഞ്ഞു കുട്ടിയാണ്, ഇവളുടെ വയറിൽ ഇപ്പോൾ ഒരു മുറിവുണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. 1 മാസം ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് 1 മാസം ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നു. അതിനെനിക്ക് BP ഹൈ ആയി, വളരെ പ്രതിസന്ധികൾ നേരിട്ടു. ആ സമയത്തൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഇതേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഫെബ്രുവരി മാസം 1-ാം തീയതി എന്നെ 11:30 ലേബർ റൂമിൽ കയറ്റി. BP ഹൈ ആയതുകൊണ്ട് അവർ ഫിറ്റ്സ് വരാതിരിക്കാൻ എന്നെ ഇഞ്ചക്ട് ചെയ്തു. ഇഞ്ചക്ഷൻ എനിക്ക് റിയാക്ഷൻ ആയിട്ട് രാവിലെ മുതൽ പട്ടിണിയും വെള്ളം പോലും കുടിക്കാതെയുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇഞ്ചക്ഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് എന്റെ ശരീരം മരവിച്ചു. എന്റെ നാക്കെല്ലാം താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ. ഞാൻ ഇപ്രകാരം ദൈവത്തിൽ നിലവിളിക്കുവാനിടയായി. എന്താണ് ഞാൻ പറഞ്ഞു? എനിക്ക് വെള്ളം തരാൻ പറഞ്ഞു. വെള്ളം തന്നു. വെള്ളം തന്നതിനു ശേഷം എന്റെ നാക്ക് ഇറങ്ങിപ്പോവാനിടയായി. ശരീരം സ്തംഭിച്ചു പോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപയിൽ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു കിടന്നപ്പോൾ വീണ്ടും പുറത്ത് നിൽക്കുന്ന എന്റെ മമ്മിയോടും അച്ഛനോടും പറഞ്ഞു, അമ്മയെ കിട്ടില്ല, 2 പേരെയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്, നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ചെവി കേൾക്കാം, എനിക്ക് സംസാരിക്കാൻ പാടില്ല. ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവെ, വിടുകയാണെങ്കിൽ ഞങ്ങളെ 3 പേരെ ഒന്നിച്ചു വിടണം. ദൈവം എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് എന്റെ അപമാനം മാറ്റി തരണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഒരു ലേവൽ കിട്ടിയിട്ടുണ്ട് മാറ്റി, അതെനിക്ക് മാറ്റി തരണം. നന്മയ്ക്ക് അടയാളം തന്നല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റൽ വിട്ടു പോകുകയില്ലെന്ന് ദൈവസന്നിധിയിൽ ഞാൻ കരയുവാനിടയായി. ചെവി കേൾക്കാവുന്നത് കൊണ്ടും എന്റെ ശരീരം സ്തംഭിച്ചിരിക്കുന്നത് കൊണ്ടും എനിക്ക് അനങ്ങാനോ പറയുവാനോ ഒന്നും കഴിയുന്നില്ല. ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. അപ്പോഴും ഡോക്ടേഴ്സ് ഒന്നൊന്നായി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ അറിയിക്കുവാനുള്ളവരെല്ലാം അറിയിച്ചു കൊള്ളുക, 2 പേരെയും കിട്ടാൻ ഒരു വകുപ്പുമില്ല എന്ന്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, വിടുകയാണെങ്കിൽ ഞങ്ങളെ 3 പേരെ വിടണം. എന്റെ അച്ഛനെ നീ തനിച്ചു വിടരുതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. വേഗത്തിൽ ഞാൻ പോകട്ടെ. വളരെ സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ രാത്രിയിൽ എന്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഡെഡ് ബോഡി കിടക്കും പോലെ ഞാൻ ആ ലേബർ റൂമിൽ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, എപ്പോഴോ ഏതോ ഒരു സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനിൽ വന്നിട്ട് എന്റെ ശരീരത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ
വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകാനിടയായി. അതുവരെ അനുഭവിക്കാത്തൊരു വലിയ ശക്തി എന്റെ ശരീരത്തിന്മേൽ വന്നിട്ട് എന്റെ ആ ഡോക്ടേഴ്സിനോട് ചോദിച്ചു, സമയം എത്രയായെന്ന് ചോദിച്ചു. 1:20 പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഓപ്പറേഷന് പോകുവാൻ സ്ട്രെച്ചറിൽ കിടത്താൻ എന്നെ എടുത്തോണ്ട് പോകുമ്പോൾ ഞാനിവിടെ പ്രസവിക്കുവാനിടയായി. ആ ഡോക്ടേഴ്സ് എന്നോട് വന്ന് പറഞ്ഞു, ആൺകുഞ്ഞാണ്, വെളുത്ത കുഞ്ഞാണ്, സൗന്ദര്യമുള്ള കുഞ്ഞാണ്. ഇന്ന് സന്ധ്യകൾ ഞാൻ പറയട്ടെ, എന്റെ മോൻ ഇന്ന് 20 വയസ്സ് കഴിഞ്ഞു. അവൻ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുന്നു. ഇത്ര വലിയൊരു സ്നേഹം ദൈവം എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഞാൻ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം എന്നെ ഇന്നലെ വളരെയധികം ടച്ച് ചെയ്യുവാനിടയായി. എന്റെ കഴിഞ്ഞ കാലങ്ങളെ ഞാനൊന്ന് ഓർക്കുവാനിടയായി. ചില നാളുകളായി, ചില കാര്യങ്ങൾ നിമിത്തമായി എന്റെ ശരീരം, എന്റെ മനസ്സും, എന്റെ ജീവിത സാഹചര്യങ്ങൾ നിമിത്തമായി എന്റെ കർത്താവിനോടുള്ള ആ ബന്ധത്തിൽ നിന്ന് ഒരു അല്പം അകന്നു പോയോ എന്ന് ഞാൻ ചിന്തിച്ചു. അകന്നു പോയോ എന്നല്ല, അകന്നു പോയി. കാരണം എന്റെ സാഹചര്യങ്ങൾ നിമിത്തം എനിക്ക് വേണ്ടുവെന്നും കർത്താവിനെ സാക്ഷിപ്പാനോ ഒരു കർത്താവിന്റെ വചനം പറയുവാനോ ഒന്നും കിട്ടാത്ത ചില സാഹചര്യങ്ങൾ. എന്റെ 3 മണി പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരുന്നു. വെളുപ്പിനെ 3 മണിയാകുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എനിക്ക് തിരികെ തന്നു. കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയാൻ നമുക്ക്. ഞാൻ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാതിരിക്കും? ഇന്ന് എന്റെ മോന് ഹല്ലേലൂയ വെളുത്ത ആരോഗ്യവാനായി, നിഗളിക്കുവാനല്ല പറഞ്ഞത്, ദൈവനാമ മഹത്വത്തിനായി എന്നെ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക. നിന്റെ പാപം, നീ കടന്നു വന്ന പാതകളെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ദൈവം നിന്നെ സൗഖ്യമാക്കും. കർത്താവ് തരുന്ന വെള്ളം കുടിക്കുന്നവർ ഒരു നാളും ദാഹിക്കുകയില്ല. അവർ നിത്യജീവനിലേക്കുള്ള ഉറവുകളുണ്ട്. ആകയാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കും ഏതവസ്ഥയിലായിരിക്കട്ടെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്റെ മനസ്സിനെ ഒന്ന് അർപ്പിക്കുക. എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ആ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു പെൺകുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. എന്റെ കഷ്ടത നിമിത്തമായി ഒരു കുഞ്ഞിനെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. ഒരു തലമുറ മാത്രമല്ലല്ലോ ആവശ്യം, ഒരു കുഞ്ഞു കൂടെ വേണം. എന്റെ പ്രിയ ഭർത്താവ് പ്രാർത്ഥിക്കുവാനിടയായി, കർത്താവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ വേണം. എനിക്ക് ഏതായാലും കുഴപ്പമില്ലായിരുന്നു, കാരണം ആദ്യത്തെ പ്രാർത്ഥന ദൈവം എന്റെ കേട്ടല്ലോ, അത് മതി. എന്റെ നിന്ന മാറ്റിയല്ലോ, അത് മതി എനിക്ക്. എന്നാൽ എന്റെ പ്രിയ ഭർത്താവ് പ്രാർത്ഥിച്ച ഒരു പെൺകുഞ്ഞിന് വേണ്ടി, ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു 15 വയസ്സുകാരി ഇന്ന് എനിക്കുണ്ട്. അപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്ന 2 കുഞ്ഞുങ്ങൾ, 2 പേരും ദൈവകൃപയിലായിരിക്കുന്നു. എന്റെ മോൻ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുന്നതോടൊപ്പം കർത്താവിന്റെ വേലയിലോ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നിഗളിക്കുവാനല്ല ഞാൻ പറഞ്ഞത്, എല്ലാം ദൈവനാമ മഹത്വത്തിനായി. എന്റെ ഈ ശ്വാസം പോകും വരെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണം. ഏതവസ്ഥയിലും ഞാൻ വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാത്ത ആളാണ്. എന്നാൽ എന്റെ ദൈവത്തിന്റെ മുന്നിൽ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കും തീർക്കും ദൈവം. ആ ശമരിയക്കാരി നിമിത്തം, രക്ഷകനെ കണ്ടെത്തിയത് നിമിത്തം, അവളുടെ പാപങ്ങൾക്ക് ബോധ്യം വരുത്തിയ നിമിത്തം ഒരു ശമരിയ പട്ടണം മുഴുവൻ അവൾ നേടിയെടുക്കുവാനിടയായി. പാപത്തിന്റെ പടുകൊടിയിൽ കിടക്കുന്ന എന്നെയും വീണ്ടെടുത്ത ദൈവത്തെ കുറിച്ച് പറയുവാൻ ലജ്ജിക്കാതെ വേണം. അനേകയിടങ്ങളിൽ ദൈവഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ നിങ്ങൾ ഏവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന നിരാശയോടായിരിക്കുന്ന പ്രിയ ഭവനമേ, നിരാശയായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നെ വിടുവിച്ച ദൈവം, എന്റെ വീണ്ടെടുപ്പുകാരനെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതീവ സന്തോഷമാണ്. എന്റെ പ്രാണൻ പോവുകയോളം എന്റെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെയും എന്നെ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നു. ആ സന്തോഷം പ്രാപിക്കുവാൻ നിങ്ങൾ ഏവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാദത്തിലേക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ ഒരു പൈസ പോലും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെ നിന്റെ സകല പാപങ്ങളും എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ക്രൂസിന്മേൽ കിടക്കുന്ന കള്ളന്റെ പ്രാർത്ഥന കേട്ടോ? 2 പേരും ഇടത്തും വലത്തും കിടക്കുന്നു. എന്നാൽ വലത്ത് കിടക്കുന്ന കള്ളൻ പറയുകയാണ്, കർത്താവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരും
വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അവന്റെ ആ നിലവിളി കർത്താവ് പറഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നിന്നെ സ്വീകരിക്കാമെന്ന്. കർത്താവ് ക്ഷണത്തിൽ മറുപടി കൊടുക്കണം, ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ആമേൻ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ക്ഷണത്തിൽ ഉത്തരം തരുന്ന ദൈവം, ക്ഷണത്തിൽ നമുക്ക് മറുപടി തരുന്ന ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ പാവം എത്ര കഠിന ചുവപ്പായിരുന്നാലും ഇന്ന് കർത്താവിനോട് വസിക്കുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. ഈ ദേശത്തുള്ള സകലരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവത്തിന്റെ മുൻപിൽ കർത്താവിന്റെ വചനവുമായി അല്പസമയം നിൽക്കുവാൻ അടിയനെ സഹായിച്ചു. അടിയന് വിലപ്പെട്ട സാക്ഷ്യം ഇന്ന് നിങ്ങൾ ഇവിടെ പ്രസ്താവിച്ചുവെങ്കിൽ ഈ സാക്ഷ്യം ഹേതുമായി ഒരാളെങ്കിലും ദൈവസന്നിധിയിൽ നേടിയെടുക്കുവാൻ സ്വർഗ്ഗത്തോട് സഹായിക്കണമേ. ഭാരത്തോടെ, ദുഃഖത്തോടെ, നിരാശയോടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തെ ഞാൻ ദൈവസന്നിധിയിലേക്ക് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഉള്ളത്തോട് ഇടപെടണം. ദൈവിക സമാധാനം അവർക്ക് നൽകിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ജീവിതമേ ദൈവത്തിന്റെ സന്നിധിയില് ഹല്ലേലൂയ സമർപ്പിക്കുക. ദൈവത്തിന്റെ നിന്ദയകറ്റി ദേശത്ത് മാനിക്കപ്പെടും. ആകയാൽ കർത്താവിന്റെ സന്നിധിയില് സമർപ്പണത്തോടെ, പ്രത്യാശയോടെ ഹല്ലേലൂയ ദൈവമായ കർത്താവ് നിങ്ങളെ നടത്തുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സകലവിധമായ ബന്ധനങ്ങളിൽ നിന്നും, പാരമ്പര്യ കെട്ടുകളിൽ നിന്നും, ശാപങ്ങളിൽ നിന്നെല്ലാം മുക്തി തന്ന് ദൈവം നിങ്ങളെ ആശ്വാസത്തോടെ നിർത്തട്ടെ. വേദന അനുഭവിക്കുന്നവർക്ക് സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഈ സാന്ത്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്തോടെ സന്തോഷത്തോടായിരിക്കാൻ കൃപ ചെയ്ത് അനുഗ്രഹിക്കണം. നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ ഇറങ്ങുന്നുവോ അതിന്മേലെല്ലാം കർത്താവ് ജയം നിങ്ങളെ നടത്തേണ്ടതിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥനയും യാചനകളും കർത്താവ് കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പോലെ യോസേപ്പിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ. ഗരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എബ്രേമും ബെന്യാമിനും മനസ്സിലും കാണുക. നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും. നീ അവരെ കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടവെടുത്തു. അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴിപോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു. വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരേണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ വാത്സല്യത്താൽ അവ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ.
ആമേൻ. ഹല്ലേലൂയ. ദൈവമാവട്ടെ. ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഇതുവരെയും നമ്മൾ വചനങ്ങൾ കേട്ടു, പാട്ടുകൾ കേട്ടു. ഒരു പാട്ട് ഞാൻ പാടട്ടെ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേയത്. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. പ്രാണപ്രിയ പ്രാണപ്രിയ തങ്ങിലെ ചോര തന്നെ വീണ്ടെടുത്തതിനാൽ വീണ്ടെടുപ്പുകാരാ. ശക്തിയാലല്ല കയ്യിലെ വേലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കയ്യിലെ വേലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഇന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും. ദയയാൽ ദയയാൽ ദിവ്യദയയാൽ കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകടൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകടൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല നിന്നുടെ വേലത്താലല്ല നിന്റെ എത്രയും നിന്നെ നടത്തി. ശക്തിയാലല്ല നിന്നുടെ വേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തി. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും. ദയയാൽ ദയയാൽ ദിവ്യദയയാൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നുവരെയും നടത്തിയ നല്ല ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ സമയത്ത് ആയിരിക്കാൻ നിങ്ങളോടൊപ്പം എനിക്കൊരു അവസരം കൂടെ കിട്ടിയതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെ നടത്തുമ്പോൾ കരുതലോടെ കാക്കുമ്പോൾ പൂർണ്ണമായും സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള ആ മനസ്സ് നമുക്കുണ്ടാകണം. അതിനോട് അനുബന്ധിച്ച് അതിനോട് താരതമ്യപ്പെടുത്തി ഞാനൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കൊത്തുപണിക്കാരനോട് രാജാവ് കൽപ്പിച്ചു,
നീ എനിക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഹിന്ദു മത ആചാരം അനുസരിച്ച് ഗണപതി ഉണ്ടാക്കാനാണ് രാജാവ് പറഞ്ഞത്. രാജാവ് പറഞ്ഞതനുസരിച്ച് പറയുന്നത് കേട്ടേ മതിയാവും. കൊത്തുപണിക്കാരൻ കല്ല് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. കല്ല് സെർച്ച് ചെയ്ത് തിരക്കി ഇറങ്ങി. അങ്ങനെ ഇറങ്ങി തനിക്ക് കല്ല് കിട്ടി. ഒരു കല്ല് കണ്ടെത്തി. ഭാഗ്യം എന്ന് കരുതി ആ കല്ലിനെ കൊത്തുവാനായി എടുത്തു. അതിനോട് സംസാരിച്ചു. ഞാൻ നിന്നെ രാജാവിൻ്റെ ഹിതപ്രകാരം ഒരു ഗണപതിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗണപതിയുടെ സ്വരൂപത്തിൽ നിന്നെ കൊത്തി രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കല്ല് പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് കൊത്തുപണി വേണ്ട, എനിക്ക് ദൈവമാകണ്ട, ഗണപതി ആകണ്ട. അങ്ങനെ എൻ്റെ ശരീരത്തിൽ ഒരുപാട് കൊത്തുകൾ കൊണ്ട് എൻ്റെ ശരീരം ഒരുപാട് മുറിവേറ്റ് എനിക്കൊരു ദൈവം ആകണ്ട. കല്ലങ്ങനെ തൻ്റെ ഇഷ്ടം അറിയിച്ചു കൊത്തുപണിക്കാരനോട്. അപ്പോൾ അങ്ങനെ കൊത്തുപണിക്കാരൻ അവിടെ നിന്ന് മാറി വേറെ കല്ല് തിരക്കിപ്പോയി. തനിക്ക് കണ്ടതിൽ മെച്ചമായ ഒരു കല്ല് കിട്ടി. ആ കല്ലെടുത്തു രാജാവിനായിട്ട് നല്ലൊരു രൂപം പണി തീർന്നു. രാജസന്നിധിയിൽ എത്തിച്ചു. രാജാവിന് ഒത്തിരി ഇഷ്ടമായി. രാജാവ് വിചാരിച്ചതിൽ ഒരുപാട് മെച്ചമായ രീതിയിൽ കൊത്തുപണി ചെയ്ത് ആ രൂപം തൻ്റെ മുന്നിൽ വെച്ചു. ആ രൂപം കണ്ട് രാജാവ് സന്തോഷത്തോടെ പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്യണം. ഗണപതി ആകുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു കല്ല് വേണം. എന്തിന്? അതിൻ്റെ മുന്നിൽ തേങ്ങ ഉടക്കണം. അങ്ങനെ പിന്നെയും കൊത്തുപണിക്കാരൻ ഒരു കല്ലും കൂടെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ കല്ല് കിട്ടിയില്ല. കിട്ടാതെ അവസാനം ചെന്ന് കണ്ടത് ആദ്യം കിട്ടിയ ആ കല്ലിനെയാണ്. ഇതിനെ കൊത്തുപണിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നീ വരണം, രാജാവിന് ഇതുപോലെ ആവശ്യമുണ്ട്, ഗണപതിയുടെ മുന്നിൽ നിന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ കല്ലിനെ ഗണപതിയുടെ മുന്നിൽ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് തൻ്റെ ജോലി അല്ലെങ്കിൽ തനിക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായത്. ആ കല്ല് മനസ്സിലാക്കി തൻ്റെ ശരീരത്തിൽ തേങ്ങ ഉടയ്ക്കുന്നതിന്, അല്ലാതെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ ദിവസവും തൻ്റെ ശരീരത്തിൽ ഏറുകൾ കൊണ്ടേയിരിക്കാൻ വേണ്ടിയാണ് ഈ സെലക്ഷൻ എന്ന് കല്ല് മനസ്സിലാക്കി. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കല്ലോ ഗണപതിയോ രാജാവോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾക്കായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാത്ത സാഹചര്യം വരുന്നു. എന്താണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്? അതിനനുസരിച്ച് രൂപപ്പെടുന്നില്ല. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെതായ പോരായ്മകളാൽ, അനുസരണക്കേടുകളാൽ, ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാത്ത കാരണത്താൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, വേദനകൾ ജീവിതത്തിൽ സഹിക്കേണ്ടതായിട്ട് വരുന്നു. ആദ്യമേ തന്നെ ആ കല്ല് ഏൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും ആ എറി അല്ലെങ്കിൽ അടി കൊള്ളേണ്ടതായിട്ട് വരത്തില്ല. തേങ്ങ ഉടയണമെങ്കിൽ ശരിയായ രീതിയിലുള്ള എറി എന്നും കിട്ടിയേ പറ്റത്തുള്ളൂ. രൂപഭംഗിയില്ല, പ്രത്യേകിച്ചൊരു രൂപമില്ല. ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഏറുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളും ആലോചിക്കേണ്ടുന്ന സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഒരുപാട് സമീപമായിരിക്കുന്നു. നമ്മളും പണിയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അതിക്രമിച്ചിരിക്കുന്നു. ദൈവം നമ്മളോട് എന്താണോ സംസാരിക്കുന്നത്, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നുണ്ടോ? നമ്മളോട് സംസാരിക്കുന്നത് ഏറ്റെടുക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ എത്ര സമയം നമുക്കിരിക്കാൻ കഴിയുന്നുണ്ട്? എത്ര വിശ്വാസമാണ് നമുക്കുള്ളത്? നമ്മുടെ വിശ്വാസത്തിന് കോട്ടമുണ്ടോ? നേട്ടമുണ്ടോ? വിശ്വാസത്തിനനുസരിച്ച് മുന്നേറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, നമ്മളിൽ എത്ര സ്നേഹമാണുള്ളത്? ദൈവത്തോട്, നമ്മുടെ ചുറ്റുപാടോട്, നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മളെന്നും കാണുന്ന നമ്മുടെ വീട്ടിലുള്ളവരോട് നമുക്ക് എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നു?
നിന്റെ ചുറ്റും നിൽക്കുന്നവരെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ മാത്രമേ സമൂഹത്തിനെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. സമൂഹത്തിനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നിനക്കൊരു വിശാലത, നിന്റെ മനസ്സിനൊരു വിശാലത ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന് സ്നേഹം നിന്നിൽ വരണമെങ്കിൽ നിന്റെ ചുറ്റുമുള്ളവരെ നീ സ്നേഹിക്കുക. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഭാര്യ, മക്കൾ. ഏതവസ്ഥയിലാണ് നമ്മളായിരിക്കുന്നത്? ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി സമയം ഒട്ടുമില്ല. താഴേണ്ടുന്നിടത്ത് താഴാനും എളിമപ്പെടേണ്ടുന്നിടത്ത് എളിമപ്പെടാനും ഞാനൊന്നുമല്ല, അവിടുത്തെ മുന്നിൽ ഞാനൊന്നുമല്ല എന്നൊന്ന് ഏറ്റു പറയാനും ഇനി എത്ര നാൾ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഏറ്റവും മുന്നേ ഒരുക്കമുള്ളവരായിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ, മറ്റുള്ളവരുടെ മുന്നിലായിരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കാം. അതിനനുസരിച്ചൊരു പാട്ട് ഞാൻ വീണ്ടും പാടുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി നൽകുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളിൽ നിന്ന് ഞാൻ ഒരുമിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. ലോകമായ കപ്പലിതാ താഴുവാൻ തുടങ്ങുന്നു, ലോകമായ കപ്പലിതാ താഴുവാൻ തുടങ്ങുന്നു. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ, ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. കൃപയുടെ വാതിലിതാ
പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നും നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്കും പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. നെഹമ്യ said, go and enjoy choice food and sweet drinks, and send some to those who have nothing prepared. This day is sacred to our Lord. Do not grieve, for the joy of the Lord is your strength. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? നെഹമ്യാവ് പറയുകയാണ്, അനന്തരം അവൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. അതെ, ഇന്ന് ഈ സമയം നിങ്ങൾക്ക് പകർച്ച തന്നുവിടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതെ, യഹോവയെങ്കിലെ സന്തോഷം. പിതാവാം ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നു, പുത്രനാം ദൈവമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു നമുക്ക് സന്തോഷമാണോ പ്രിയപ്പെട്ടവരെ? യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് നമുക്ക് സന്തോഷമാണോ? നമുക്ക് നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം, 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. അതെ, എസ്രാ ശാസ്ത്രിയോട് പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ. അപ്പോൾ 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. അതേ, ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്ന് വെക്കുകയാണ്. സഭയുടെ മുമ്പാകെ കൊണ്ടുവന്ന് വെച്ചു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ വലതുഭാഗത്ത് മത്തിത്യാവ്, ശേമ, അനായാവ്, യൂരിയാവ്, ഹിൽക്കിയാവ്, മൈസ്യാവ് എന്നിവരും, ഇടത് ഭാഗത്ത് പെദായാവ്, മീശായേൽ, മൽഖിയാവ്, ഹാസൂം, ഹസ്ബത്ന, സെഖര്യാവ്, മെശുല്ലാം എന്നിവരും നിന്നു. അതേ, എസ്രാ പ്രവാചകൻ നിന്ന് ന്യായപ്രമാണ പുസ്തകം തുറന്ന് വായിക്കുവാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എസ്രാ പുരോഹിതന്റെ വലതു സൈഡിൽ 6 പേരും ഇടത് സൈഡിൽ 6 പേരും നിൽക്കുകയാണ്. അങ്ങനെ 12 പേർ അപ്പുറയും ഇപ്പുറയും നിന്നുകൊണ്ട് ആ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിക്കുകയാണ്. എസ്രാ സകല ജനവും കാണുകെ പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിനും മീതെയായിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. അതെ, എസ്രാ പുരോഹിതൻ യഹോവയെ സ്തുതിച്ചു.
അപ്പോൾ ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താന്താന്ത നിലയിൽ തന്നെ നിന്നിരിക്കുകയും യേശുവ, ബാനി, സെരബ്യാവ്, യാമീൻ, അക്കൂബ്, സബദ്ധായി, ഹോദിയാവ്, മയസ്യാവ്, കെലീഥ, അസര്യാവ്, യോസബാദ്, ഹാനാൻ, പെലായാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുമരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ചു. ഞങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് വായിച്ചു കേട്ടത്? എസ്രാ പുരോഹിതൻ കർത്താവിന്റെ ന്യായപ്രമാണം ജനത്തെ വായിച്ചു കേൾപ്പിക്കുകയാണ്. അന്നത്തെ ജനമെല്ലാം പട്ടണത്തിൽ വളരെയധികം സ്വസ്ഥമായി കഴിയുന്ന സമയം ന്യായപ്രമാണ പുസ്തകം തുറന്ന് അതിന്റെ അർത്ഥം, പൊരുള് അറിയിക്കുന്ന സമയമാണ്. ജനമെല്ലാം ഈ ന്യായപ്രമാണം കേട്ടപ്പോൾ അവരെല്ലാം കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം ചിലപ്പോൾ നമ്മളെ കരയിപ്പിച്ചേക്കാം. എന്നാൽ അനന്തരം അവൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്താണ് പ്രിയപ്പെട്ടവരെ യഹോവയെങ്കിലെ സന്തോഷം? അതാണ് സ്വർഗീയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വർഗീയ സന്തോഷം ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. എസ്രാ പുരോഹിതൻ കൈകൾ ഉയർത്തി യഹോവയെ സ്തുതിക്കുകയാണ്. അപ്പോൾ ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് പറയുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിലെ ദൈവത്തെ ഒന്ന് ആരാധിക്കണമെന്ന്? സ്വർഗീയ ആരാധനയിൽ പങ്കാളികളാകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടണം. സ്വർഗീയ സന്തോഷം ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം പകരുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചേർന്ന് പാടാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ നിന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ നിന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാം ഉള്ളത്തിൽ നിന്നു നീങ്ങിപ്പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാം ഉള്ളത്തിൽ നിന്നു നീങ്ങിപ്പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നെ നടത്തണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നെ നടത്തണമേ.
ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും മെഴുകുപോലിന്ന് ഉരുക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും എന്നു മെഴുകുപോലുരുക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മനീലങ്ങളെ ഒരുക്കിയിടുവാൻ സ്വർഗ്ഗസിയോനിലെ വിത്തു വിതയ്ക്കാം. ആത്മനീലങ്ങളെ ഒരുക്കിയിടുവാൻ സ്വർഗ്ഗസിയോനിലെ വിത്തു വിതപ്പാൻ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് പ്രാർത്ഥിച്ചത്? ആത്മസന്തോഷം കൊണ്ട് നിറയപ്പെടണം. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗീയ സന്തോഷം. യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു. ഹല്ലേലൂയ. സ്വർഗം എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വർഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സന്തോഷം നമ്മിൽ നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു. ഇസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് യഹോവയാം ദൈവത്തെ ആരാധിച്ചു, സ്തുതിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ജനമെല്ലാം ചേർന്ന് ആമേൻ ആമേൻ എന്ന് പറഞ്ഞു. സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ നാളുകളിൽ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ഓ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കൂ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, അവനെ ആരാധിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുന്നു, അപ്പനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വരണമെന്ന്. ഹല്ലേലൂയ. ഓ, അവനെ സ്നേഹിക്കുന്ന ഒരു ജനം ഉണ്ടായി വരണമെന്ന് സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുന്നു. ഓ മക്കളെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിപ്പിനെന്ന് അപ്പൻ പറയുന്നു. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ നിന്നെ സ്നേഹിച്ചു കൊള്ളാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിച്ചു കൊള്ളാം. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾക്ക് മേൽ നിന്റെ സന്തോഷത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടി നമുക്ക് വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 22-ാം വാക്യം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. എന്താണ് വായിച്ചു കേട്ടത്? സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. A cheerful heart is good medicine. A cheerful heart is good medicine, but a crushed spirit dries up the bones. അതെ, cheerful heart is a good medicine.
ഒരു നല്ലൊരു ഔഷധമാണ് എന്ത്? സന്തുഷ്ട ഹൃദയം. എത്ര പേർക്ക് കൊതിയുണ്ട് എനിക്കൊരു സന്തുഷ്ട ഹൃദയമുള്ളവനായി തീരണമെന്ന്. കർത്താവ് നമ്മെ ഇന്ന് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു സന്തുഷ്ട ഹൃദയം തരുവാൻ, ഒരു സ്നേഹമുള്ള ഹൃദയം തരുവാൻ, സന്തോഷമുള്ള ഹൃദയം തരുവാൻ സ്വർഗത്തിലെ അപ്പൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ വേദന നിറഞ്ഞതായ ഹൃദയങ്ങൾ, കർത്താവെ, രോഗങ്ങളാലും ഭാരങ്ങളാലെല്ലാം വരഞ്ഞ ഹൃദയങ്ങൾ, അത് അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. അപ്പാ, ഞങ്ങൾക്ക് സന്തുഷ്ടമായ ഒരു ഹൃദയം തന്ന് എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും അവിടുത്തെ നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾക്കൊരു സന്തുഷ്ട ഹൃദയം ഇന്ന് ഗിഫ്റ്റായി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയമായിരിക്കുന്ന പ്രകാരം അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഒരു യാചകനെ പോലെ ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അവിടുത്തെ ആണിപ്പാടുള്ള കരം നീട്ടി നിൽക്കുന്നു ഞങ്ങൾ കാണുന്നു. ഹല്ലേലൂയ. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന്. ഹല്ലേലൂയ. ഇന്നും അപ്പൻ കെഞ്ചിക്കൊണ്ട് നിൽക്കുകയാണ്. നിന്റെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുത്താൽ അവൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. അവൻ ഉള്ളിലേക്ക് കടന്നു വന്നാൽ ഒരു സന്തോഷമുള്ള ഹൃദയം, ഒരു സന്തുഷ്ട ഹൃദയം തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. മകനെ, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ ഹൃദയം അനേകം ദുഃഖങ്ങളുണ്ട് കർത്താവേ, അനേകം വേദനകളുണ്ട്, കുഴയുന്നവരുണ്ട് കർത്താവേ, അനേകം ഒറ്റപ്പെടലുകൾ കൊണ്ട് കർത്താവേ, ഇപ്പോൾ മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, രോഗത്താലും ഭാരത്താലും വലഞ്ഞു കഴിയുന്നവരുണ്ട്, കടബാധ്യതകളാൽ ഞെരുങ്ങി വലയുന്നവരുണ്ട്. അപ്പാ, ഒരിറ്റു സമാധാനത്തിന് വേണ്ടി കർത്താവേ, അപ്പാ, ഹല്ലേലൂയ, പല കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവരുണ്ട്. അപ്പാ, ഹല്ലേലൂയ. എന്നാൽ സന്തുഷ്ട ഹൃദയം ഇന്ന് തരാമെന്ന്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എന്ന്. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് സന്തുഷ്ടമായ ഒരു ഹൃദയം തന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിലെ അപ്പൻ കണ്ട ദിവസമാവുന്നല്ലോ കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കാൽവരിത്തറവാടിന്റെ അങ്കണത്തിൽ എത്തിച്ചേരുവാൻ നീ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവന്റെ വചനങ്ങൾ പ്രിയ മക്കളുടെ നാവിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. യഹോവയെങ്കിലെ സന്തോഷം ഞങ്ങളുടെ ബലമാകുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ബലം യഹോവയെങ്കിലാവുന്നു. ഹല്ലേലൂയ. യഹോവയെങ്കിലെ സന്തോഷം ഞങ്ങളുടെ ബലമാകുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. അപ്പാ, ഹല്ലേലൂയ. നിന്നെ ഞങ്ങൾ ആശ്രയിക്കട്ടെ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം ഏൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. അപ്പാ, നീ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഈ സമയം ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരണമേ, പുതിയൊരു ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലാക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, അപ്പാ, ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാകിയാൽ നന്ദി. അപ്പാ, ഹല്ലേലൂയ. സ്വർഗം കണ്ട ദിവസമാകിയാൽ നന്ദി. ഹല്ലേലൂയ. ജീവന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി, സൗഖ്യമാക്കുന്ന വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി. കർത്താവേ, ഇന്ന് കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും കടന്നു വരാതെ ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ സൗഖ്യം പകരണമേ. ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. അപ്പാ, ഹല്ലേലൂയ. കർത്താവേ, ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ വെക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. അപ്പാ, ഇത്രത്തോളം ഞങ്ങൾ നടക്കുന്ന നന്ദി കർത്താവേ. ഹല്ലേലൂയ. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രപ്പാ, കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഇത്രത്തോളം നല്ല എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പേര് നിന്റെ ജീവന്റെ പുസ്തകത്തിൽ തെളിച്ചെഴുതണമേ. അപ്പാ, അപ്പാ, നീ ഞങ്ങളോട് ഈ സമയം ഇത്രയും ചന്തമായി ഇടപെട്ടതിന് നന്ദി. ഈ ദേശത്ത് നീ സന്ദർശിപ്പാൻ എഴുന്നള്ളി വന്നതിന് നന്ദി കർത്താവേ. അപ്പൊ ഓൺലൈൻ വഴിയായി ശബ്ദം ശ്രമിക്കുന്നവരുടെ മേൽ അവിടുത്തെ മുറിഞ്ഞകരം ഇപ്പോൾ വെക്കണമേ. അവരെ സൗഖ്യമാക്കണമേ കർത്താവേ, അവരെ വിടുവിക്കണമേ കർത്താവേ. അവർക്ക് വീണ്ടും ജനനം നൽകണമേ. സ്വർഗീയ സന്തോഷം അവരുടെ മേൽ പകരണമേ. അപ്പാ, നിന്റെ തേജസ് അവരുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. അപ്പാ, സ്വർഗീയ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾ നടത്തിയത് നന്ദി. അപ്പാ, അടിയങ്ങൾക്കായി ജീവൻ നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആശീർവാദത്തോടെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം വിട്ടുപോന്നിട്ടുള്ള ഭവനങ്ങളോടും ഇന്നും എന്നാളും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ.